പാകിസ്ഥാനെ പച്ചയ്ക്ക് കത്തിക്കാൻ തെഹ്രീക്ക് താലിബാന്റെയും അഫ്ഗാൻ താലിബാന്റെയും നീക്കം. പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട സൈനിക ബേസുകളിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ തെഹ്രീക്ക് താലിബാന്റെയും സംയുക്ത വ്യോമാക്രമണവും സംയുക്ത ആക്രമണവും ഉണ്ടായതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിൻ്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രത്തിലേക്കാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ആക്രമണമുണ്ടായത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. തെഹ്രീക്ക് താലിബാന്റെയും മാത്രമല്ല ബലൂജ് ലിബറേഷൻ ആർമിയുടെ കൂടി ആക്രമണങ്ങൾ പാകിസ്ഥാൻ സൈനികർക്ക് നേരെ, സൈനിക സംവിധാനങ്ങൾക്ക് നേരെ, സൈനിക ക്യാമ്പുകൾക്ക് നേരെ നിരന്തരമായി ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്കും കണ്ടഹാറിലേക്കും പത്രിക അടക്കമുള്ള മറ്റ് അഫ്ഗാനിസ്ഥാൻ പട്ടണങ്ങളിലേക്കും പാകിസ്ഥാൻ്റെ അതിരൂക്ഷമായ വ്യോമാക്രമണം ഉണ്ടായിരുന്നു. സാധാരണക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണത്തിൽ നിരവധി അഫ്ഗാനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിന് പിന്നാലെയാണ് പാകിസ്ഥാനെതിരെ വീണ്ടും മാരകമായ ആക്രമണത്തിന് തെഹ്രീക്ക് താലിബാനും അഫ്ഗാൻ താലിബാനും ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. പാകിസ്ഥാനെ 3 വശത്തു നിന്നും ആക്രമിക്കുക. പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട 2 പ്രവിശ്യകളിൽ പാകിസ്ഥാന് നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാനെ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചതിന് പിന്നാലെ ഇറാനിൻ്റെ പ്രധാനമന്ത്രി തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ വിളിച്ച് സഹായം ചോദിച്ചു എന്ന വിരോധാഭാസം നിലനിൽക്കുന്നതിനിടയിലാണ് പാകിസ്ഥാന് സ്വന്തം രാജ്യത്തു നിന്നുള്ള ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തെഹ്രീക്ക് താലിബാന്റെ ചാവേർ ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതുപോലെ തന്നെ അഫ്ഗാൻ താലിബാന്റെ ഭാഗത്ത് നിന്ന് കനത്ത ഷെല്ലാക്രമണം പാകിസ്ഥാന്റെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ഖൈബർ പഷ്തൂങ്ക മേഖലകളിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും പുറത്തു വരുന്ന യാഥാർത്ഥ്യമാണ്. ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് സമ്പൂർണമായ നിയന്ത്രണം നഷ്ടമായിരിക്കുന്നു. ബലൂചിസ്ഥാൻ മേഖലയിലെ ഒട്ടുമുക്ക പ്രദേശങ്ങളും ബലൂജ് ലിബറേഷൻ ആർമിയുടെ അധീനതയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂജ് മേഖലയുടെ പരിപൂർണമായ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇറാനെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിക്കുന്നു. അതിന് പിന്തുണയുമായി റഷ്യയും ചൈനയും എത്തുന്നു. അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ വലിയൊരു യുദ്ധം കൊടിപിരിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പാകിസ്ഥാനുള്ളിലുള്ള സായുധ സംഘങ്ങൾ, ഇവിടെ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനുള്ളിലുള്ള സായുധ സംഘങ്ങൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തെയും പാകിസ്ഥാൻ്റെ സൈന്യത്തെയും വരിഞ്ഞു മുറുക്കുകയാണ്. അവർ നിരന്തരമായി പാക് സൈന്യത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. പാകിസ്ഥാന് ബലൂജ് മേഖലയിലുള്ള നിയന്ത്രണം നഷ്ടമായിട്ട് മാസങ്ങളേറെയായി. ഇപ്പോൾ ഇതാ ഖൈബർ പഷ്തൂങ്ക മേഖല, മറ്റൊരു പ്രധാനപ്പെട്ട മേഖല, ആ ഖൈബർ പഷ്തൂങ്ക മേഖലയിലേക്ക് TTPയുടെയും അഫ്ഗാൻ താലിബാന്റെയും സേനകൾ സംയുക്തമായി ആക്രമണം നടത്തുകയാണ്. അസീം മുനീറിൻ്റെ സേനയെ കിലോമീറ്ററുകൾ അവർ തുരത്തി ഓടിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇറാൻ സഹായം തേടി വിളിച്ചത് പാകിസ്ഥാനെയാണെങ്കിൽ സ്വന്തം രാജ്യത്തെ സായുധ സംഘങ്ങളുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആകെ വലഞ്ഞ് ഗതികെട്ട അവസ്ഥയിലേക്കായിരിക്കുന്നു പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ മറ്റേതൊരു രാജ്യത്തെ സഹായിക്കാൻ, സ്വന്തം രാജ്യത്തിന് പോലും സംരക്ഷണം ഒരുക്കാൻ കഴിയാത്ത ഒരു ഗതികെട്ട സൈന്യമായി അസീം മുനീറിൻ്റെ സൈന്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. പാകിസ്ഥാനെ തലങ്ങും വിലങ്ങും പിളർത്താനായി ഇതാ വലിയ ആക്രമണങ്ങൾ നടക്കുകയാണ്. കാബൂളിലേക്ക്, കണ്ടഹാറിലേക്ക്, പത്രികയിലേക്കൊക്കെ അനാവശ്യമായി വ്യോമാക്രമണം നടത്തി നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയതിൻ്റെ പ്രതികാരം പാകിസ്ഥാന് നൽകുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തെഹ്രീക്ക് താലിബാനും അഫ്ഗാൻ താലിബാനും.